നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് ഇത്രയും ചെറിയ ഒരു ഇടമായി പോയതെന്ന്? വിഭജന സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യ അത് ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഉയരുന്നതാണല്ലേ. ചിക്കൻസ് നെക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിലിഗുരി ഇടനാഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ്. ഏകദേശം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഇടനാഴിയിലൂടെ രൂപീകരണം മുതൽ ഇന്നത്തെ തന്ത്രപ്രധാനമായ പ്രാധാന്യം വരെ സങ്കീർണമായ രാഷ്ട്രീയ, ഭൂമിശാസ്ത്രപരമായ സുരക്ഷാ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 1947 ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ച സർ സിറിൽ റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നത്. പഞ്ചാബ്, ബംഗാൾ പ്രവിശ്യകളെ ഇന്ത്യക്കും പാകിസ്ഥാനുമായി വിഭജിച്ച ഈ രേഖ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ദുരന്തമായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയുമില്ലാത്ത ഒരാൾ കേവലം 5 ആഴ്ചകൾക്കുള്ളിൽ നടത്തിയ ഈ വിഭജനം എങ്ങനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആഴത്തിലുള്ള മുറിപ്പാടുകൾ അവശേഷിപ്പിച്ചത് എന്ന് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. 1947 ഇന്ത്യൻ വിഭജനത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് അഭിഭാഷകനായ സർ സിറിൽ റാഡ്ക്ലിഫ് വരച്ച റാഡ്ക്ലിഫ് രേഖയാണ് ഈ ഇടനാഴിയുടെ രൂപീകരണത്തിന് അടിസ്ഥാനമിട്ടത്. ഇന്ത്യയെക്കുറിച്ച് മുൻപരിചയമില്ലാത്ത റാഡ്ക്ലിഫിന് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം മതപരമായ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്ക് അതിർത്തികൾ വേർതിരിക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ആ സങ്കീർണമായ ദൗത്യം പൂർത്തിയാക്കാൻ വെറും 5 ആഴ്ച സമയം മാത്രമാണ് അനുവദിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ ജനസംഖ്യാപരമായ ഘടനകളെക്കുറിച്ചോ വേണ്ടത്ര അറിവില്ലാതിരുന്ന റാഡ്ക്ലിഫിൻ്റെ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ പലപ്പോഴും യുക്തിസഹമല്ലാത്ത അതിരുകൾക്ക് കാരണമാവുകയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെ വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ, ഇന്ത്യ എന്നിങ്ങനെ 3 ഭാഗങ്ങളായി റാഡ്ക്ലിഫ് വിഭജിച്ചു. റാഡ്ക്ലിഫ് കാർട്ടോഗ്രാഫിയിൽ മുൻപരിചയമില്ലാത്ത ഒരു ഇംഗ്ലീഷ് അഭിഭാഷകനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ജവഹർലാൽ നെഹ്റുവും മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് അലി ജിന്നയും അതിർത്തി നിർണയ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ജനസംഖ്യ, മതപരമായ അനുബന്ധങ്ങൾ, ഭൂമിശാസ്ത്രപരമായ പരിഗണനകൾ, റോഡുകൾ, റെയിൽവേ, ജലസേചന സംവിധാനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ച് വരച്ച ഈ അതിർത്തി ദശലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടപലായനത്തിനും വർഗീയ കലാപങ്ങൾക്കും ജീവനാശത്തിനും സ്വത്ത് നഷ്ടങ്ങൾക്കും കാരണമായി. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിൽ ഒന്നായി മാറിയ ഈ വിഭജനം ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ എന്നിവരെ പുതിയ രാഷ്ട്രങ്ങളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി. ഇത് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ഘടനകളെ തകിടം മറിച്ചു. വ്യവസായങ്ങൾ, കാർഷിക ഭൂമി, വ്യാപാര പാതകൾ എന്നിവ വിഭജിക്കപ്പെട്ടതിനാൽ ഇരു രാജ്യങ്ങൾക്കും പുതിയ സാമ്പത്തിക സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടി വന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ജമ്മു കാശ്മീർ വരെ വ്യാപിച്ച റാഡ്ക്ലിഫ് രേഖ ഗുർദാസ്പൂർ, അമൃത്സർ, ഫിറോസ്പൂർ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇന്ത്യക്കും, ചിറ്റഗോങ് ഹിൽ ട്രാക്റ്റുകൾ, ഖുൽന ജില്ല എന്നിവ കിഴക്കൻ പാകിസ്ഥാനും, മൂർഷിദാബാദ് ഇന്ത്യക്കും നൽകി. ഇത് ജനസംഖ്യാപരമായ ഘടനയെ സങ്കീർണമാക്കുകയായിരുന്നു. 97% മുസ്ലിം ഇതര ജനസംഖ്യയുള്ള ചിറ്റഗോങ് ഹിൽ ട്രാക്റ്റുകൾ ഇന്ത്യയുടെ ഭാഗമാകേണ്ടതായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്കുള്ള പ്രവേശന സൗകര്യങ്ങളില്ലായ്മ കാരണം ഈ പ്രദേശം കിഴക്കൻ പാകിസ്ഥാന്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിന് നൽകുകയായിരുന്നു. സമാനമായ കാരണങ്ങൾ കൊണ്ട് തന്നെ 70% മുസ്ലിങ്ങളുള്ള മൂർഷിദാബാദ് ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. അതിർത്തി നിർണ്ണയിക്കലോടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കിഴക്കൻ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമാകുകയും ഹിന്ദു ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ഭാഗമാകുകയും ചെയ്തു. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, നാഗാലാൻഡ്, മണിപ്പൂർ തുടങ്ങിയവയുമായി കരമാർഗ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ ഈ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തു നിന്ന് വേർതിരിക്കുമായിരുന്നു. ഈ സാഹചര്യത്തിൽ റാഡ്ക്ലിഫ് തന്ത്രപരമായി സിലിഗുരിയിലൂടെ ഒരു ഇടുങ്ങിയ ഇടനാഴി ഇന്ത്യക്ക് നൽകി. ഈ തീരുമാനം പ്രാദേശിക ജനസംഖ്യാപരമായ സങ്കീർണതകളെക്കാൾ രാഷ്ട്രീയ അനിവാര്യതകൾക്ക് മുൻഗണന നൽകിയുള്ളതായിരുന്നു. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ ഇടനാഴി വടക്ക് കിഴക്കൻ മേഖലയിലേക്കുള്ള ഏക കരപാത ഉറപ്പാക്കി. വിഭജന പ്രക്രിയ സമയക്കുറവിലും വിശാലമായ സർവേകളുടെ അഭാവത്തിലും രാഷ്ട്രീയ അരാജകത്വത്തിനിടയിലുമാണ് നടന്നത്. ഇത്രയും ഇടുങ്ങിയ ഇടനാഴിയുടെ ദീർഘകാല ഭൂമിശാസ്ത്രപരവും തന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ അക്കാലത്ത് വേണ്ടത്ര പരിഗണിക്കപ്പെട്ടില്ല. സിലിഗുരി ഇടനാഴിയുടെ ഇടുങ്ങിയ അവസ്ഥ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ നേരിട്ടുള്ള അനന്തര ഫലമാണ്. 1971 കുൽദീപ് നായരുമായുള്ള അഭിമുഖത്തിൽ റാഡ്ക്ലിഫ് തൻ്റെ തീരുമാനങ്ങളുടെ അശ്രദ്ധയെക്കുറിച്ച് വെളിപ്പെടുത്തി. ലാഹോറിനെ ഇന്ത്യക്ക് നൽകാൻ ഏതാണ്ട് തീരുമാനിച്ചിരുന്നുവെന്നും കൂടുതൽ സമയം ലഭിച്ചിരുന്നുവെങ്കിൽ, അതായത് 5 ആഴ്ചകൾക്ക് പകരം 2-3 വർഷം കിട്ടിയിരുന്നുവെങ്കിൽ യാഥാർത്ഥ്യബോധമുള്ള അതിർത്തികൾ വരയ്ക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് പ്രതിഫലമായ 40,000 രൂപ സ്വീകരിക്കാതെ അദ്ദേഹം ഇന്ത്യ വിട്ടുപോയി. പിന്നീട് മടങ്ങി വന്നിട്ടുമില്ല.
സിലിഗുരി ഇടനാഴി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെയും സാമ്പത്തിക വികസനത്തിൻ്റെയും ജീവനാഡിയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സൈനിക, വ്യാപാര, ടൂറിസം പാതകൾക്ക് ഈ ഇടനാഴി നിർണായകമാണ്. ഈ ഇടനാഴിയിലുണ്ടാകുന്ന ഏതൊരു തടസ്സവും വടക്ക് കിഴക്കൻ മേഖലയെ ഒറ്റപ്പെടുത്തുകയും ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും. 95% വടക്ക് കിഴക്കൻ കയറ്റുമതിയും ഭൂട്ടാൻ, നേപ്പാൾ എന്നിവയുമായുള്ള വ്യാപാരവും ഇതുവഴിയാണ് നടക്കുന്നത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് സൈനികരെയും സാമഗ്രികളെയും എത്തിക്കുന്നതിനുള്ള പ്രധാന പാതയാണ് ഇത്. 1962 ഇന്ത്യ ചൈന യുദ്ധവും 2017 ഡോക്ലാം പ്രതിസന്ധിയും ഈ പ്രദേശത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തുകാട്ടി. എന്നാൽ ചൈനയുടെ ചുംബി താഴ്വരയോടുള്ള സാമീപ്യവും ബംഗ്ലാദേശിലെ ലാൽ മോനർഹാഡ് എയർബേസിൻ്റെ ചൈന നയിക്കപ്പെടുന്ന പുനരുദ്ധാരണവും ഈ ഇടനാഴിയെ തന്ത്രപരമായി ദുർബലമാക്കുന്നു. ഈ എയർബേസ് സിലിഗുരിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ മാത്രമുള്ളതിനാൽ ഇന്ത്യൻ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും ചൈനയ്ക്ക് അവസരം നൽകുന്നു. ബംഗ്ലാദേശിൻ്റെ ഇന്ത്യാവിരുദ്ധ നിലപാടുകളും നിയമവിരുദ്ധ കുടിയേറ്റം, മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും ഈ പ്രദേശത്തിൻ്റെ സുരക്ഷയ്ക്കും ജനസംഖ്യാപരമായ ഘടനയ്ക്കും ഭീഷണിയാണ്. ബംഗ്ലാദേശ് ചൈനയുമായി കൂടുതൽ അടുക്കുന്നത്, പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ നേതാക്കളുടെ ഇന്ത്യാവിരുദ്ധ നിലപാടുകൾ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സിലിഗുരി ഇടനാഴിക്ക് ചുറ്റുമുള്ള അതിർത്തികളിൽ നിന്ന് നിയമവിരുദ്ധമായ കുടിയേറ്റം, മനുഷ്യക്കടത്ത്, മൃഗക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് എന്നിവ വ്യാപകമാണ്. ഇത് ഈ പ്രദേശത്തെ ജനസംഖ്യാപരമായ ഘടനയെയും ക്രമസമാധാന നിലയെയും ബാധിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും ഈ ഇടനാഴിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. സിലിഗുരിയിലെ ബാഗ്ഡോഗ്ര വിമാനത്താവളത്തിൻ്റെ വികസനം ഈ ഇടനാഴിയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ താവളമായ ഈ വിമാനത്താവളം റാഫേൽ, സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നതിനും സിവിലിയൻ സൈനിക ഡ്യുവൽ യൂസ് സൗകര്യമായി പ്രവർത്തിക്കുന്നതിനും നിർണായകമാണ്. എന്നാൽ റൺവേ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനെ പ്രാദേശിക കർഷകരും തേയിലത്തോട്ട ഉടമകളും എതിർക്കുന്നുണ്ട്. തേയില വ്യവസായത്തെ ആശ്രയിക്കുന്നവരുടെ ഈ പ്രദേശത്തെ ഉപജീവനത്തെ ഭൂമി ഏറ്റെടുക്കൽ ബാധിക്കുമെന്ന ആശങ്ക 2024 പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഇത് വികസന പദ്ധതികളെ വൈകിപ്പിച്ചു. പരിമിതമായ റൺവേ നീളവും ബജറ്റ് പരിമിതികളും ഈ പ്രദേശത്തിൻ്റെ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ റഫേൽ, S-400 സിസ്റ്റങ്ങൾ, തേജസ് പ്രഹാർ, സർവശക്തി തുടങ്ങിയ സൈനികാഭ്യാസങ്ങൾ, അതിർത്തി രക്ഷാസേന, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ബംഗ്ലാദേശ് വഴിയുള്ള ജലപാതകൾ തുടങ്ങിയവ വഴി ഈ ഇടനാഴിയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നുണ്ട്. റാഡ്ക്ലിഫ് രേഖയും സിലിഗുരി ഇടനാഴിയും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചരിത്രത്തിലും ഭൗമരാഷ്ട്രീയത്തിലും ശാശ്വതമായ മുറിപ്പാടുകൾ അവശേഷിപ്പിച്ചു. നൂറ്റാണ്ടുകളായി ഒരുമിച്ച് കഴിഞ്ഞിരുന്ന സമൂഹങ്ങൾ മതപരമായ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. വിഭജനത്തിൻ്റെ മുറിപ്പാടുകൾ ഇന്നും സാംസ്കാരിക സ്വത്വങ്ങളെയും ആഖ്യാനങ്ങളെയും സ്വാധീനിക്കുന്നു. വിഭജനം ശത്രുതയുടെയും അവിശ്വാസത്തിൻ്റെയും സാംസ്കാരിക വിഭജനത്തിൻ്റെയും പാരമ്പര്യം സൃഷ്ടിച്ചു. ഇതിന്നും ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. 1947 വിഭജനത്തിൻ്റെ രാഷ്ട്രീയ അനിവാര്യതകളിൽ നിന്ന് രൂപം കണ്ട സിലിഗുരി ഇടനാഴി ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിൻ്റെ അടിസ്ഥാന ഘടകമായി. ഇന്ന് വടക്ക് കിഴക്കൻ മേഖലയുടെ നിലനിൽപ്പിനും ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലെ തന്ത്രപ്രധാനമായ വെല്ലുവിളികൾക്കും ഒരു ചൂണ്ടുപലകയാണ്. ഈ ഇടനാഴിയുടെ സുരക്ഷയും വികസനവും ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെയും പ്രതിരോധ തന്ത്രത്തിൻ്റെയും ഒരു പ്രധാന വിഷയമായി തുടരുക തന്നെ ചെയ്യും.